ഈ ക്വസ്റ്റ്യൻ നോക്കി, ദ സം ഓഫ് ദ ഡിജിറ്റ് ഓഫ് എ 2 ഡിജിറ്റ് നമ്പർ ഈസ് 11. അതായത് 2 ഡിജിറ്റ് നമ്പർ എന്ന് പറയുന്നത് രണ്ടക്ക സംഖ്യയാണ്. അപ്പോൾ ഏതെങ്കിലും രണ്ടക്ക സംഖ്യ തമ്മിൽ കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് 11ആണ്. അപ്പോൾ ഫസ്റ്റ് ഡിജിറ്റിനെ നമ്മൾ എക്സ് ആക്കി എടുത്തു. ഫസ്റ്റ് ഡിജിറ്റ് BX. ഇനി സെക്കൻഡ് ഡിജിറ്റിനെ നമ്മൾ Y ആക്കി എടുത്തു. അപ്പോൾ രണ്ട് അക്ക സംഖ്യ എന്ന് പറയുമ്പോൾ ആ രണ്ട് സംഖ്യ ഏതാ നമുക്കറിയില്ല. എക്സും വൈ ആയിട്ട് നമ്മൾ എടുത്തു. ഇനി ഇവ തമ്മിൽ കൂട്ടി കിട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് x+y എന്ന് പറഞ്ഞത് 11 ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇക്വേഷൻ നമ്പർ 1. ക്വസ്റ്റ്യനിൽ നമുക്ക് x+y = 11 എന്ന് പറഞ്ഞ ഇക്വേഷൻ കിട്ടി. ഇനി ഒരു ഇക്വേഷനും കൂടി വേണം. The number got by interchanging the digit is 27 more than the original number. ഈ ഒരു കോൺസെപ്റ്റ് നമ്മൾ വൺസ് പ്ലേസും ടെൻസ് പ്ലേസും വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പം ഇവിടുത്തെ ഈ ഒരു നമ്പർ ഇൻ്റർചേഞ്ച് ചെയ്തിട്ടില്ല. ഇവിടെ നമ്മൾ ഫസ്റ്റ് ഡിജിറ്റ് എക്സ് ആക്കി എടുത്തു, സെക്കൻഡ് ഡിജിറ്റ് വൈ ആക്കി എടുത്തു. ഇനി ഇൻ്റർചേഞ്ച് ചെയ്യാന്ന് പറയുമ്പോൾ ഇവിടെ ഫസ്റ്റ് ഡിജിറ്റ് നമ്മൾ എന്താക്കി എടുക്കും? വൈ ആക്കി എടുക്കും. ഇൻ്റർചേഞ്ച് ചെയ്ത നമ്പർ, ഈ നമ്പർ ഇൻ്റർചേഞ്ച് ചെയ്തു. സെക്കൻഡ് ഡിജിറ്റിനെ നമുക്ക് എക്സ് ആക്കി എടുക്കാം. ഇങ്ങനെ ഇൻ്റർചേഞ്ച് ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ ആ നമ്പറിൻ്റെ വൺസ് പ്ലേസും ടെൻസ് പ്ലേസും വെച്ചിട്ടാണ് നമ്മൾ അടുത്ത ഇക്വേഷൻ നിർമ്മിക്കുക. അപ്പോൾ ഇവിടുത്തെ എക്സ് വൈ എന്ന് പറയുമ്പോൾ ഈ എക്സ് എന്ന് പറയുന്നത് ടെൻസ് പ്ലേസിലും വൈ എന്ന് പറയുന്നത് വൺസ് പ്ലേസിലുമാണ്. അപ്പോൾ നമ്മൾ എടുക്കേണ്ടത് 10x + y. ഇങ്ങനെയാണ് നമ്മൾ ആ ഫോർമാറ്റിൽ എടുക്കേണ്ടത്. ഇവിടെയാണെങ്കിൽ വൈയും എക്സും ആയതുകൊണ്ട് വൈ ടെൻസ് പ്ലേസിലും വൈ ടെൻസ് പ്ലേസിലും എക്സ് വൺസ് പ്ലേസിലുമാണ്. അപ്പം നമ്മൾ 10y + x എന്ന് എടുക്കണം. അപ്പോൾ ഈ നമ്പർ എന്ന് പറയുന്നത്, അതായത് ഈ ഇൻ്റർചേഞ്ച് ചെയ്ത ആ നമ്പർ എന്ന് പറയുന്നത് ഒറിജിനൽ നമ്പറിനേക്കാളും 27 കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ 10y + x എന്ന് പറയുന്നത് ഇതാണ് ഒറിജിനൽ നമ്പർ. നമ്മൾ ഫസ്റ്റ് തന്നെ എടുത്തേക്കുന്നത് എക്സും വൈ ആയിട്ടാണ്. ഇത് ഇൻ്റർചേഞ്ച് ചെയ്ത നമ്പറാണ്. അപ്പോൾ ഒറിജിനൽ നമ്പറിനേക്കാളും 27 കൂടുതലാണ് എന്ന് പറയുമ്പോൾ +27. ഇനി ഇതിൽ നിന്ന് വേണം നമ്മൾ ഈ ഇക്വേഷനിലേക്കുള്ള അടുത്ത ഇക്വേഷൻ കണ്ടുപിടിക്കും. ഇത് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? 10y - y, ഈ വൈനെ ഇപ്പുറത്തേക്ക് കൊണ്ടു, 10x ഈ എക്സിനെ അപ്പുറത്തോട്ട് കൊണ്ടുപോയി +27. 10y - y 9y = 9x + 27. ഇനി ഇതെല്ലാം 9നോട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ചെറിയൊരു ഫോമിൽ കിട്ടും. 9/1 9y = 9x / 9x + 3. അപ്പോൾ y = x + 3 എന്ന് പറഞ്ഞ ഇക്വേഷൻ കിട്ടും. ഇതാണ് ഇക്വേഷൻ നമ്പർ 2. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വൺസ് പ്ലേസും ടെൻസ് പ്ലേസും ആക്കിയിട്ട് നമ്മൾ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ കിട്ടി, ഈ ഒരു ഇക്വേഷൻ കിട്ടി. ഇനി ഇതിൽ നിന്ന് എക്സോ വൈയോ കണ്ടുപിടിച്ചിട്ട് ഏതെങ്കിലും ഒരു ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് അടുത്ത വേരിയബിൾ കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് x + y = 11 എന്ന് പറഞ്ഞ ഇക്വേഷനും കിട്ടി. അതേപോലെ തന്നെ y = x + 3 എന്ന് പറഞ്ഞ ഒരു ഇക്വേഷനും കിട്ടും. അപ്പോൾ രണ്ട് ഇക്വേഷൻ നമുക്ക് കിട്ടി. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതേ ഫോർമാറ്റിൽ വേണമെങ്കിൽ ഇതിനെ എഴുതാം. അതായത് x + y = 11 എന്ന് പറഞ്ഞ ആ ഒരു ഫോർമാറ്റിൽ നമുക്ക് ഇതിനെങ്ങനെ കൊണ്ടുവരാം? ഇവിടെ x + 3 എന്ന് പറയുന്നതിന് പകരം -x + y, അതായത് എക്സിന് ഇങ്ങോട്ട് കൊണ്ടു = 3. അപ്പോൾ നോക്കിയേ, -x + y = 3 എന്ന് കിട്ടി. ഈ എക്സിനെ ഇങ്ങോട്ട് കൊണ്ടു, വൈനെ അവിടെ തന്നെ നിർത്തി. അപ്പോൾ ഈ എക്സിനെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ഇത് +x ആയതുകൊണ്ട് -x ആയി. അല്ലെങ്കിൽ y - x എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് x + y എന്ന് പറയുന്നതിന് പകരം y + x എന്ന് എഴുതിയാലും കുഴപ്പമില്ല. അതിൻ്റെ ചിഹ്നം ലെഫ്റ്റിലത്തെ ഈ ഇപ്പുറത്തെ ചിഹ്നം കറക്റ്റ് ആക്കണമെന്നേ ഉള്ളൂ. ഇവിടെ നോക്കി y - x = 3. ഈ എക്സിൻ്റെ സ്ഥാനത്ത് എക്സിൻ്റെ സൈൻ മൈനസും വൈയുടെ സൈൻ പ്ലസ്സുമാണ്. അപ്പോൾ ഓൾറെഡി ഇവിടെ മൈനസും പ്ലസ്സും വന്ന കാരണം ഈ എക്സ് ഓൾറെഡി ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ നമ്മളിവിടെ പ്ലസ് കൊടുത്താൽ മതി. അപ്പോൾ എക്സും എക്സും ക്യാൻസലായി 2y എന്ന് പറയുന്നത് എത്രയാണ്? 14 എന്ന് കിട്ടി. y എന്ന് പറയുന്നത് 14 / 2 = 7 എന്ന് ആൻസർ കിട്ടി. അപ്പോൾ y 7 ആണെങ്കിൽ ഈ 7 1ലോ 2ലോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടും. സബ്സ്റ്റിറ്റ്യൂട്ടിങ് y in 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. x + y = 11, x + 7 = 11, x = 11 - 7, x = 4. അപ്പോൾ x എന്ന് പറയുന്നത് 4ഉം y എന്ന് പറയുന്നത് എന്തായിരിക്കും? 7ഉമാണെന്ന് നമുക്ക് കിട്ടി. അപ്പോൾ നോക്കിയേ,
ഈ എക്സും 7ഉം, അതായത് എക്സും പ്ലസ് 7 വൈ എന്ന് പറയുന്നത് 11 ആണെന്ന് കിട്ടി അല്ലേ? കറക്റ്റാണ്. 4 + 7 എന്ന് പറയുന്നത് 11 ആണ്. അപ്പോൾ ആ 2 ഡിജിറ്റ് 2 ഡിജിറ്റ് നമ്പറിലെ എക്സ് 4ഉം വൈ 7ഉമാണ്. അപ്പോൾ 2 ഡിജിറ്റ് നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്? 47 ആണെന്ന് ആൻസർ കിട്ടും. ക്വസ്റ്റ്യൻ നോക്കി. ദ പ്രൈസ് ഓഫ് 17 ട്രോഫീസ് ആൻഡ് 16 മെഡൽസ് ഈസ് 2180 റുപ്പീസ്. അതായത് 17 ട്രോഫിയുടെയും 16 മെഡലിൻ്റെയും ആകെ പ്രൈസ് എന്ന് പറഞ്ഞത് 2180 റുപ്പീസ് ആണ്. ദ പ്രൈസ് ഓഫ് 16 ട്രോഫീസ് ആൻഡ് 17 മെഡൽസ് ഈസ് 2110 റുപ്പീസ്. 16 ട്രോഫീസിൻ്റെയും 17 മെഡലിൻ്റെയും ആകെ പ്രൈസ് 2110 രൂപ. വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് ഈച്ച്? ഈച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രോഫിയുടെയും ഒരു മെഡലിൻ്റെയും, ഇവിടെ 17 മെഡൽ 16 ട്രോഫി എന്നൊക്കെ തന്നേക്കുന്നത്. അപ്പോൾ ഒരു മെഡലിൻ്റെയും ഒരു ട്രോഫിയുടെയും വില എന്താണെന്നാണ് കണ്ടുപിടിക്കാൻ നമ്മളോട് പറഞ്ഞേക്കുന്നത്. ഇവിടെ ഒരു ട്രോഫിയുടെ പ്രൈസ് ഓഫ് എ ട്രോഫി, ഒരു ട്രോഫിയുടെ പ്രൈസ് നമുക്കിവിടെ എക്സ് ആക്കി എടുക്കാം. അതുപോലെ തന്നെ പ്രൈസ് ഓഫ് എ മെഡൽ ഇവിടെ വൈ ആക്കി എടുത്തു. ഇനി പറയുന്നത് 17 ട്രോഫി എന്ന് പറയുമ്പോൾ 17 എക്സ്, ഒരു ട്രോഫിയുടെ വില എക്സ് ആണെങ്കിൽ 17 ട്രോഫിയുടെ വില 17 എക്സ് പ്ലസ് 16 വൈ ഇസ് ഈക്വൽ ടു 2180. ഇതാണ് ഇക്വേഷൻ നമ്പർ 1. ഇനി എന്താ പറയുന്നത്? 16 ട്രോഫിയുടെയും അതുപോലെ തന്നെ 17 മെഡലിൻ്റെയും പ്രൈസ് എത്രയാണ്? 2110. ഇതാണ് ഇക്വേഷൻ നമ്പർ 2. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എക്സ് അല്ലെങ്കിൽ വൈ വേരിയബിൾ സെയിം ആക്കാൻ നമ്മൾ എക്സ് വൈ എന്നിട്ടിട്ട് അതിൻ്റെ കോയിഫിഷ്യൻ്റ് ഇൻറ്റു ചെയ്യുന്നത്. കോയിഫിഷ്യൻ്റ് ഇവിടെ ഇൻറ്റു ചെയ്യുമ്പോൾ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വലിയ സംഖ്യകൾ വെച്ചിട്ട് നമുക്ക് ചെയ്യേണ്ടി വരും. ഒന്നും കൂടി വലിയ വലിയ സംഖ്യകളായിരിക്കും കിട്ടുക. അപ്പോൾ അതൊരു ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. അപ്പോൾ നമ്മളിവിടെ ചെയ്യേണ്ടത് ഇക്വേഷൻ 1ഉം ഇത്തിരി വലിയ സംഖ്യ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇക്വേഷൻ 1ഉം 2ഉം കൂടി പ്ലസ് ചെയ്യാം. അതായത് 17x പ്ലസ് 16y ഇസ് ഈക്വൽ ടു 2180 പ്ലസ് 16x പ്ലസ് 17y ഇസ് ഈക്വൽ ടു 2110. പ്ലസ് ചെയ്യുമ്പോൾ നമുക്ക് 33x പ്ലസ് പിന്നെ എത്രയാണ് വരുന്നത്? 33y ഇസ് ഈക്വൽ ടു 4290 എന്ന് കിട്ടും. ഇതാണ് ഇക്വേഷൻ നമ്പർ 3. ഇനി 33x പ്ലസ് 33y നമുക്ക് ഒന്നുകൂടി വേണമെങ്കിൽ ഇതിനെ ചെറുതാക്കാം. മൊത്തം 33 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്താൽ മതി. 33x ഡിവൈഡ് ബൈ 33 എത്ര വരും? എക്സ് പ്ലസ് 33y ഡിവൈഡ് ബൈ 33 y ഇസ് ഈക്വൽ ടു 4290 ഡിവൈഡ് ബൈ 33 130. അപ്പോൾ ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 3 എന്ന് കൊടുക്കും. ഇത് ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമിൽ നമ്മൾ മാറ്റി. എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് 130. ഇനി ഇക്വേഷൻ 1ഉം 2ഉം കൂടി മൈനസ് ചെയ്യുക. ഇതേപോലെ ഇക്വേഷൻ 1 മൈനസ് ഇക്വേഷൻ 2. അതായത് 17x പ്ലസ് 16y ഇസ് ഈക്വൽ ടു 2180 മൈനസ് 16x പ്ലസ് 17y ഇസ് ഈക്വൽ ടു 2110. മൈനസ് ചെയ്യുമ്പോൾ എല്ലാത്തിൻ്റെയും ചിഹ്നം മാറും. നമുക്കറിയാലോ എല്ലാത്തിൻ്റെയും ചിഹ്നം മാറും. അപ്പോൾ ഇവിടെ എക്സ് മൈനസ് വൈ ഇസ് ഈക്വൽ ടു 70 എന്ന് കിട്ടും. ഇതാണ് ഇക്വേഷൻ നമ്പർ 4. അപ്പോൾ ഇക്വേഷൻ 1ഉം 2ഉം നമുക്ക് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ ഇതിനെ ആദ്യം പ്ലസ് ചെയ്തു. എന്നിട്ട് ചെറിയൊരു സിംപ്ലസ്റ്റ് ഫോം എക്സ് പ്ലസ് വൈ ഇസിക്കൽ 130 എന്ന് പറഞ്ഞ സിംപ്ലസ്റ്റ് ഫോമിൽ മാറ്റി. അതേപോലെ തന്നെ ഈ രണ്ട് ഇക്വേഷൻ നമ്മൾ മൈനസ് ചെയ്തു. അപ്പോൾ എക്സ് മൈനസ് വൈ ഇസിക്കൽ ടു 70 എന്ന് പറഞ്ഞൊരു ഫോം കിട്ടി. ഇനി ഈ 3ഉം 4ഉം കൂടിയിട്ട് നമ്മൾ ചെയ്തിട്ട് അതിൽ നിന്ന് ഒരു വേരിയബിൾ കണ്ടുപിടിക്കും. അപ്പോൾ 3ഉം 4ഉം എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 130 എക്സ് മൈനസ് വൈ ഇസ് ഈക്വൽ ടു 70. ഇവിടെ നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം വൈയും ഇവിടെ ക്യാൻസൽ ആയിട്ടാണ് കിടക്കുന്നത്. പ്ലസ്സും മൈനസും വന്നു കാരണം 0 ആയിട്ട് പോകും. അപ്പോൾ നമ്മൾ അത്ര സന്ദർഭങ്ങളിൽ പ്ലസ് ആണ് ചെയ്യുക. ചിഹ്നം മാറ്റി മൈനസ് ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഓൾറെഡി വൈയും ക്യാൻസൽ ചെയ്തുകൊണ്ട് 2x എന്ന് പറയുന്നത് 200 എന്ന് കിട്ടും. എക്സ് എന്ന് പറയുന്നത് 200 ഡിവൈഡഡ് ബൈ 2 ഈസ് ഈക്വൽ ടു 100 എന്ന് കിട്ടും. അപ്പോൾ എക്സ് നമുക്ക് 100 ആണെന്ന് കിട്ടി. ഇനി ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ഇൻ ഇതാണല്ലോ 3യിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 130യിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ 100 പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 130. വൈ എന്ന് പറയുന്നത് 130 മൈനസ് 100 ഇസ് ഈക്വൽ ടു 30. അപ്പോൾ ഒരു ട്രോഫിയുടെ വില എത്രയാണ്? 100 ആണ്. അതുപോലെ തന്നെ ഒരു മെഡലിൻ്റെ വില 30 രൂപയാണ്.
അപ്പോൾ രണ്ടും നമ്മൾ കണ്ടുപിടിച്ചു. ക്വസ്റ്റ്യൻ, an object start with a speed of u meter per second and travel along a straight line. ഒരു ഒബ്ജക്റ്റ് സ്റ്റാർട്ട് ചെയ്ത സ്പീഡ് എന്ന് പറയുന്നത് u മീറ്റർ പെർ സെക്കൻഡ് ആണ്. പിന്നെ ആ ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്യുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈൻ പാത്തിലൂടെയാണ്. ഇഫ് ദ സ്പീഡ് ഇൻക്രീസസ് അറ്റ് ദ റേറ്റ് ഓഫ് എ മീറ്റർ പെർ സെക്കൻഡ് എവറി സെക്കൻഡ്, ഓരോ സെക്കൻഡിലും ആ ഒബ്ജക്റ്റിൻ്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്യുന്ന റേറ്റ് എന്ന് പറയുന്നത് എ മീറ്റർ പെർ സെക്കൻഡ് ആണ്. ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ ടൈം ടി സെക്കൻഡ്സ് ഈസ് യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. അതായത് ടി സെക്കൻഡ്സിൽ അത് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അവിടെ ഒരു ഫോർമുല കൊടുത്തിട്ടുണ്ട്, യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ 2 സെക്കൻഡ്സ്, 2 സെക്കൻഡ്സിൽ അത് കവർ ചെയ്ത ഡിസ്റ്റൻസ് എത്രയാണ്? 10 മീറ്റർ. അതുപോലെ തന്നെ 4 സെക്കൻഡ്സിലും അത് കവർ ചെയ്ത ഡിസ്റ്റൻസ് 28 മീറ്റർ ആണ്. അങ്ങനെയെങ്കിൽ രണ്ട് കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ അവിടെ പറഞ്ഞേക്കുന്നത്, ഒന്ന് സ്റ്റാർട്ടിംഗ് സ്പീഡ് യു, അതേപോലെ തന്നെ സ്പീഡ് ഇൻക്രീസ് ചെയ്യുന്ന റേറ്റ് കണ്ടുപിടിക്കാൻ, അതായത് എ കണ്ടുപിടിക്കാനും അവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഡി എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്, യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ഇനി 2 സെക്കൻഡ്സിൽ ടൈം 2 സെക്കൻഡ്സ് ആവുമ്പോൾ അവിടെ എത്ര മീറ്റർ കവർ ചെയ്തു? 10 മീറ്റർ കവർ ചെയ്തു. ഇത് ടി സെക്കൻഡ്സിലാണ് ഈ ഡിസ്റ്റൻസ് ഇവിടെ കണ്ടുപിടിച്ചേക്കുന്നത്. ഇത് ടൈം 2 സെക്കൻഡ്സ് വരുമ്പോൾ ഡി എന്ന് പറയുന്നത്, ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ടിയുടെ അവിടെ 2 കൊടുക്കുക, യു ഇൻറ്റു 2 പ്ലസ് ഹാഫ് ഇൻറ്റു എ ഇൻറ്റു 2 സ്ക്വയർ എന്ന് പറയുന്നത് 4 ആണ്. അതായത് 2u പ്ലസ് ഈ 4ഉം 2ഉം ക്യാൻസൽ ചെയ്ത് ഇവിടെ 2 വരും, പ്ലസ് 2a എന്ന് കിട്ടും. അപ്പം ഡി എന്ന് പറയുന്നത് 2u പ്ലസ് 2a. അതായത് 2u പ്ലസ് 2a എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് അവിടെ ഓൾറെഡി തന്നിട്ടുണ്ട്, 10 മീറ്റർ കവർ ചെയ്തെന്ന് തന്നിട്ടുണ്ട്. ഇതാണ് ഇക്വേഷൻ നമ്പർ 1. ഇതിന് നമുക്ക് ഒന്നുകൂടി വേണമെങ്കിൽ സിമ്പിൾ ഫോർമാറ്റിലേക്ക് കൊണ്ടുവരാം. ഒക്കെ ഡിവൈഡ് ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ, വോൾ ഡിവൈഡഡ് ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ യു പ്ലസ് എ ഈസ് ഈക്വൽ ടു 5 എന്ന് കിട്ടും. ഇതിന് നമുക്ക് ഇക്വേഷൻ 1 കൊടുക്കാം. ഇവിടെ ചെയ്യേണ്ട, ഇതിനൊന്നുകൂടി നമുക്ക് സിംപ്ലർ ഫോമിലേക്ക് മാറ്റി. ഇനി ടൈം എത്ര സെക്കൻഡ്സിലാണ്? ഇനി ടൈം 4 സെക്കൻഡ്സിൽ 28 മീറ്റേഴ്സ് കവർ ചെയ്തു എന്ന് പറയുന്നുണ്ട്. ഇതേപോലെ തന്നെ ഡി എന്ന് പറയുന്നത് യു ഇൻറ്റു 4 പ്ലസ് ഹാഫ് ഇൻറ്റു എ ഇൻറ്റു 4 ഇൻറ്റു 4 എത്രയാണ്? 16. അപ്പോൾ 4u പ്ലസ് ഇവിടെ വെട്ടിപ്പോകുമ്പോൾ 8a എന്ന് കിട്ടും. അപ്പോൾ 4u പ്ലസ് 8a എത്ര കവർ ചെയ്തു? 28 കവർ ചെയ്തു. ഇനി നമ്മൾ ഇതിനെ വീണ്ടും ഒന്ന് ചെറുതാക്കുമ്പോൾ എത്ര കിട്ടും? ഡിവൈഡഡ് ബൈ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? u പ്ലസ് 2a ഈസ് ഈക്വൽ ടു 7. അപ്പോൾ സിംപ്ലസ്റ്റ് ഫോമിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ 4 കൊണ്ടും 2 കൊണ്ടും ഡിവൈഡ് ചെയ്തത്. അങ്ങനെ നമുക്ക് 2 ഇക്വേഷൻ കിട്ടി, u പ്ലസ് എ ഈസ് ഈക്വൽ ടു 5 എന്നും u പ്ലസ് 2a ഈസ് ഈക്വൽ ടു 7 എന്നും. ഇനി ഈ 2 ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് u അല്ലെങ്കിൽ എ കണ്ടുപിടിക്കും. ഫസ്റ്റത്തെ ഇക്വേഷനാണ് u പ്ലസ് എ ഈസ് ഈക്വൽ ടു 5ഉം അതുപോലെ u പ്ലസ് 2a ഈസ് ഈക്വൽ ടു 7ഉം. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഇക്വേഷൻ 1, ഇക്വേഷൻ 2. ഇനി ഇക്വേഷൻ 2ൽ നിന്ന് ഇക്വേഷൻ 1നെ മൈനസ് ചെയ്യാം. അതായത് യു പ്ലസ് 2a ഈസ് ഈക്വൽ ടു 7 മൈനസ് യു പ്ലസ് എ ഈസ് ഈക്വൽ ടു 5. ഇവിടെ യു ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മൈനസ് ചിഹ്നം കൊടുത്തത്. ഇവിടെ എല്ലാം മൈനസ് ആയിട്ട് പോകും. മൈനസ് ചെയ്യുമ്പോൾ എല്ലാം സൈൻ മാറ്റണമല്ലോ, മൈനസ്. അപ്പോൾ എ എന്ന് പറയുന്നത് 2a മൈനസ് എ ആണ്. 7 മൈനസ് 5 എന്ന് പറയുന്നത് 2. എ എന്ന് പറയുന്നത് 2 ആണ് നമുക്ക് കിട്ടി. അതായത് എ എന്ന് പറയുന്നത് റേറ്റ് അറ്റ് വിച്ച് ദ സ്പീഡ് ഇൻക്രീസ് ചെയ്യുന്ന ആ സ്പീഡിൻ്റെ റേറ്റ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എ മീറ്റർ പെർ സെക്കൻഡ് ആണ്. അതേപോലെ തന്നെ സ്റ്റാർട്ടിംഗ് സ്പീഡ് എന്ന് പറയുന്നത് യു. നമുക്ക് ഇത് ഇക്വേഷൻ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ യു പ്ലസ് എ എന്ന് പറയുന്നത് 5 ആണ്. യു പ്ലസ് 2, എയുടെ സ്ഥാനത്ത് 2 കൊടുത്തു കഴിഞ്ഞാൽ 5, u ഈസ് ഈക്വൽ ടു 5 മൈനസ് 2, u എന്ന് പറയുന്നത് 3 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ നമുക്ക് 2 എണ്ണം കിട്ടി, ഒന്ന് റേറ്റും കിട്ടി, അതുപോലെ തന്നെ ഇതാണ് സ്റ്റാർട്ടിംഗ് സ്പീഡും നമുക്ക് കിട്ടി. അപ്പോൾ യുവും കണ്ടുപിടിച്ചു, എയും കണ്ടുപിടിച്ചു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മാക്സിമം നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഇത് ഷെയർ ചെയ്യണേ.